ഞാൻ ഇൻ്റർമീഡിയറ്റിന് പഠിച്ചത് യൂണിവേഴ്സിറ്റി കോളേജിലാണ്. അവിടെ പഠിക്കുമ്പോൾ ഞാൻ സീനിയർ ഇൻ്റർമീഡിയറ്റിന് പഠിക്കുമ്പോൾ ONV അവിടെ ജൂനിയർ ഇൻ്റർമീഡിയറ്റിന് പഠിക്കുന്നതാണ്. പിന്നീട് അദ്ദേഹം കൊല്ലത്ത് BA പഠിക്കുകയും MA തിരിച്ച് തിരുവനന്തപുരത്ത് പഠിക്കുകയും ചെയ്തു. ആ കാലഘട്ടത്തിലാണ് ഞാൻ ഈ ഗാനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ട്യൂൺ ചെയ്യുന്നതും പാടുന്നതും. ആ കാലത്ത് ഞാൻ ട്യൂൺ ചെയ്ത പാട്ട് ഒന്ന് ശങ്കരക്കുറുപ്പിൻ്റേതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബാക്കി ചിലർ അതല്ലായിരിക്കാം എന്നും പറയുന്നുണ്ട്. വെൽഗ വെൽഗ ജയശാലിനി പാവനി സാഗരോർമിക ഹൃദപരിചരണി വാഴ്ക ശാശ്വത ധർമ്മപരായണെ തിരുനാമം. അത് അത്രയും ഓർക്കുന്നുള്ളൂ. അനശ്വര ഗാനങ്ങളുടെ ദേവശില്പിയായ ദേവരാജൻ മാസ്റ്റർ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലാണ് തൻ്റെ കലാലയ ജീവിതം ആരംഭിക്കുന്നത്. ഈ ചെങ്കല്ലെടുപ്പുകൾ ദേവരാജൻ്റെ ഹൃദയത്തിൽ ദീപ്തമായ സംഗീതത്തിൻ്റെ അമൃതബിന്ദുക്കൾ വർഷിച്ചിരിക്കും. ഗ്രാമവും നഗരവും ചേർന്ന് സൃഷ്ടിച്ച സ്വപ്ന സന്ദേശങ്ങൾ കാലം കാതോർത്തു കേട്ടു. ഇപ്പോഴും കലാലയങ്ങളിലെ കമനീകമനർക്ക് ഹൃദ്യമായ എത്രയോ എത്രയോ ഗാനങ്ങൾ. ഭാവപൂർണത കൊണ്ടും സങ്കല്പത്തിൻ്റെ സൗന്ദര്യം കൊണ്ടും ഓരോ ഗാനവും നിത്യയൗവനം പ്രാപിച്ചിരിക്കുന്നു. യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാൻ ഇൻ്റർമീഡിയറ്റിന് പഠിക്കുന്ന കാലം, അന്ന് ദേവരാജനും ഇൻ്റർമീഡിയറ്റ് വിദ്യാർത്ഥിയാണ്. ദേശാഭിമാനവും സ്വാതന്ത്ര്യബോധവും ഒക്കെ വിദ്യാർത്ഥികളുടെ മനസ്സിൽ അങ്ങനെ തുളുമ്പി നിൽക്കുന്ന ഒരു കാലം. അന്ന് യൂണിവേഴ്സിറ്റി കോളേജ് മലയാള സമാജം ഉദ്ഘാടനം ചെയ്യുന്നതിന് മഹാകവി G. ശങ്കരക്കുറുപ്പിനെയാണ് ക്ഷണിച്ചു വരുത്തിയത്. അതിനിടയ്ക്ക് ഒരു പ്രാർത്ഥന എന്നതിന് പകരം തുടക്കത്തിൽ G. ദേവരാജൻ എന്ന വിദ്യാർത്ഥിയാണ് ക്ഷണിച്ചത്. അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് അന്നത്തെ ദേശാഭിമാനത്തിൻ്റെ ആ ഒരു ചൂടിൽ ജയതി ജയതി ഭാരതമാത എന്ന് അന്ന് പ്രശസ്തമായിരുന്ന ഒരു സങ്കീർത്തനം ആലപിക്കുകയുണ്ടായി. ENB ആണെന്നാണ് എൻ്റെ ഓർമ്മ. പാടി വളരെ ജനപ്രീതി ആർജിച്ച ഒരു പാട്ടാണ്. ആ ജയതി ജയതി ഭാരതമാത എന്നത് കുലുന്നനെയുള്ള കറുത്ത് നല്ല വെള്ള ഷർട്ടിട്ട് ഒരു പയ്യൻ ഇങ്ങനെ ആലപിക്കുന്നത് കേട്ടിട്ട് അയാളുടെ ആ രൂപം കണ്ടാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ എത്രയോ കവിഞ്ഞ് വളരെ സംഗീതം പഠിച്ച് മാസ്റ്റർ ചെയ്ത ഒരാളെപ്പോലെ അത് പാടുന്നത് കേട്ടപ്പോൾ, ഒരു സെമി ക്ലാസിക്കൽ ഗാനമാണ്, കേട്ടപ്പോൾ എല്ലാവർക്കും വളരെയധികം അത്ഭുതവും സന്തോഷവും ഒക്കെ തോന്നി. മഹാകവി G. പ്രശംസിച്ചെന്തോ 2 വാക്ക് പറഞ്ഞതായിട്ടാണ് എൻ്റെ ഓർമ്മ. ഒരർത്ഥത്തിൽ ഒരു വലിയ ഒരു സംഗീത സപര്യയുടെ, ഒരു വലിയ ഒരു സംഗീതത്തിനായി സമർപ്പിച്ച ഒരു ജീവിതത്തിൻ്റെ പ്രാരംഭം, പൊതുവായ പ്രാരംഭം അവിടെയാണ് എന്നെനിക്ക് തോന്നുന്നു. അന്നത്തെ പാട്ട് കച്ചേരികളിൽ എല്ലാവരും പാടിക്കൊണ്ടിരുന്നത് തമിഴ് ഗാനങ്ങളായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി എന്തുകൊണ്ട് മലയാളം കൂടെ ആയിക്കൂടാ എന്ന് തോന്നിയിട്ട് ഞാൻ ചില കവിതകളെടുത്ത് ട്യൂൺ ചെയ്യുകയായിരുന്നു. അങ്ങനെ ചങ്ങമ്പുഴയുടെ ചില വരികളെടുത്ത് ഞാൻ ഈണം നൽകി. ആദ്യം ഞാൻ ഈണം പകർന്നത് ആരാവിൽ നിന്നോട് ഞാനോദിയ രഹസ്യങ്ങളാരോടു അരുളരുതോമലെന്നീ. പിന്നീട് രണ്ടാമത് ഈണം ചെയ്തത് മറ്റൊരു ചങ്ങമ്പുഴ കവിതയാണ്. വല്ലാതെ വാടെ തളർന്നു നാഥ വള്ളിക്കുടിലിൽ ഇരിപ്പുരാധ.
അതാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ മറ്റൊരു ഗഹനമായ കവിത ഞാൻ എടുത്തിരുന്നു. അത് കൃത്യമായി എല്ലാം ഞാനിപ്പോൾ ഓർക്കുന്നില്ല. കനക ചിലങ്കകിലുങ്ങി കിലുങ്ങി കാഞ്ചന കാഞ്ചി കുലുങ്ങി കുലുങ്ങി. ഈ കവിതകളൊക്കെ ഞാൻ ട്യൂൺ ചെയ്യുന്നത് സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞതിന് ശേഷമാണ്, കോളേജ് പഠിക്കുമ്പോഴാണ്. ദേവരാജൻ ശ്രീനാരായണ കോളേജിൽ പഠിച്ചിട്ടില്ല. പക്ഷേ അവിടെ ശ്രീനാരായണ കോളേജിൽ അദ്ദേഹത്തിൻ്റെ സംഗീതരംഗത്ത് ആരാധകരായ ചില സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരെൻ്റെയും സുഹൃത്തുക്കളായിരുന്നു. കോളേജിനടുത്ത് ഒരു ലോഡ്ജിലാണ് അവർ താമസിച്ചിരുന്നത്. ഞാൻ വീട്ടിൽ പോയും പിന്നെ ഈ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ കൊണ്ട് കൊല്ലത്ത് താമസിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് പലപ്പോഴും അവരുടെ മുറിയിലാണ് വന്ന് അടിയാറുള്ളത്. നീണ്ട യോഗ പരിപാടികളൊക്കെ കഴിഞ്ഞ് രാത്രിയിൽ അവിടെയാണ് വരാറുള്ളത്. അങ്ങനെ ദേവരാജൻ അവിടെ ഒരു നിത്യ സന്ദർശകനായിരുന്നു. ഞാനും ആ മുറിയിലെ ഒരു നിത്യ സഹവാസിയായിരുന്നു. ഞങ്ങളവിടെ കൂടിക്കഴിഞ്ഞാൽ അവിടെ മുറിയിൽ താമസിക്കുന്ന ഒരു ചേപ്പാട്ട് ജി മാധവൻ നായർ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. സംഗീതമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഭ്രാന്താണ്. സാമാന്യം നന്നായിട്ട് പാടും. അന്നും എം.എസ്. സുബ്ബലക്ഷ്മിയുടെ ഒരു വലിയ ആരാധകനാണ്. സുബ്ബലക്ഷ്മിയുടെ പാട്ടുകളോട് പ്രത്യേകിച്ച് ഒരു മമതയുണ്ട്. പിന്നെ മധുരമണി അയ്യരുടെ പാട്ടുകളോട്, പിന്നെ ഹിന്ദി സിനിമാ ഗാനങ്ങളോട്. ഈ സംഗീതത്തിൽ വളരെ പ്രിയം ഉള്ള രാമകൃഷ്ണൻ നായർ എന്ന അദ്ദേഹത്തിൻ്റെ ഒരു കസിൻ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ദേവരാജൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സംഗീത സദസ്സാണ്. അങ്ങനെ ഇപ്പോൾ ഈ കൈരളിയുടെ തന്നെ രാഗോത്സവം എന്നൊരു പരിപാടിയില്ലേ, ഏതാണ്ട് അതേമാതിരിയാണ്. ഓരോ രാഗങ്ങളെപ്പറ്റി ചോദിക്കുക, ആ രാഗത്തിലുണ്ടായിട്ടുള്ള പാട്ടുകളെപ്പറ്റി പറയുക, അതിൽ തന്നെ ഏതെല്ലാം രാഗങ്ങളാണ് ഇപ്പോൾ നൗഷാദും സി രാമചന്ദ്രയും അനിൽ ബിശ്വാസുമൊക്കെ ഹിന്ദി സിനിമയിൽ ഭംഗിയായിട്ട് ഉപയോഗിച്ചതെന്ന്. അങ്ങനെ അത് സംഗീതത്തെപ്പറ്റിയുള്ള ഒരു ചർച്ച വളരെ ഇൻഫോർമേറ്റീവുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് ഈ ചങ്ങമ്പുഴ കവിതകൾ ഞാൻ പാടുമായിരുന്നല്ലോ. അത് ഞാൻ എവിടെയോ പാടുന്നത് കേട്ടിട്ട്, എവിടെയോ തോന്നിയത് ഒരു ഗോപാലപിള്ളയുടെ വീട്ടിലാണെന്ന് തോന്നുന്നു. അവിടെ രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു, ഒരു മാധവൻ നായർ, ഒരു രാമകൃഷ്ണൻ നായർ. അവരിത് അവരുടെ സുഹൃത്തുക്കളെയെല്ലാം വിളിച്ച് ഞാൻ പാടുന്നത് കേൾപ്പിക്കുമായിരുന്നു. അപ്പോൾ അവർ പോയിട്ട് പറഞ്ഞിട്ടായിരിക്കണം ONV ഒരു ദിവസം വന്ന് ഇത് കേട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ആദ്യത്തെ കവിതാ പുസ്തകം എടുത്ത് എന്നെ ഏൽപ്പിച്ചു. ഞാനത് വീട്ടിൽ കൊണ്ടുവന്ന് മറിച്ച് നോക്കിയപ്പോൾ പൊന്നരിവാൾ എന്ന ഗാനം കണ്ടു. അതെടുത്ത് ഞാൻ ഈണപ്പെടുത്തി. അതാണ് ആദ്യത്തെ എൻ്റെ സംഗീത ജീവിതത്തിലേക്ക് വഴി തെളിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. ഇന്നത്തെ സംഗീത സംവിധാന രീതികളുടെ തുടക്കം അവിടെ നിന്നാണെന്ന് വേണമെങ്കിൽ പറയാം. അതിനു മുമ്പ് ഈ പാട്ടുകളെല്ലാം ചെയ്തിരുന്നു.